ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ UK-യിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് PR അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഫുൾ അറിയാൻ വേണ്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. താങ്ക് ഇത് ILRന് മാത്രമല്ല, ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഒരു റൂള് ബാധകമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി 3 തരത്തിലാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നാഷണാലിറ്റീസ്, ഇവർ UK അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് നാഷണാലിറ്റീസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ILR അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വേറൊരു എവിഡൻസ് കാണിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, UK ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റസ് ഉണ്ട്. ഈ ഒരു ടെസ്റ്റ് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാസ് റിസൾട്ട്സ് നിങ്ങൾക്ക് ILR അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിഗ്രി പഠിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് ILR അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഒന്നാമത്തെ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി പ്രൂവ് ചെയ്യുന്നത് നാഷണാലിറ്റീസ് ബേസ്ഡ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നാഷണാലിറ്റീസിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ILRൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യമില്ല. ഇതാണ് ഒന്നാമതായി അവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. ഈ കൊടുത്തിരിക്കുന്ന കൺട്രീസ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, മെയിൻ ആപ്ലിക്കൻറ്റ് സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വിസ കാറ്റഗറിയിലാണെങ്കിൽ അവർക്ക് ILR അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി കാണിക്കേണ്ടതില്ല. കാരണം അവരുടെ എൻട്രി വിസയിൽ ഓൾറെഡി അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിട്ടാണ് ഈ ഒരു UK എന്ന കൺട്രിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇത് മെയിൻ ആപ്ലിക്കൻറ്റിന് മാത്രമേ ഉള്ളൂ. ഡിപ്പെൻഡൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി കാണിക്കേണ്ടതുണ്ട്. രണ്ടാമതായി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി പ്രൂഫ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുക എന്നതാണ്. UK ഹോം ഓഫീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് കാണിച്ചാൽ മാത്രമേ ILR നിങ്ങൾക്ക് അപ്രൂവായി കിട്ടുള്ളൂ. നിങ്ങൾ UK-യിലാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും, അല്ലെങ്കിൽ UK-ക്ക് പുറത്താണെങ്കിൽ ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിലുമുള്ള ടെസ്റ്റ് പ്രൊവൈഡേഴ്സിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ UK-യിലാണെങ്കിൽ പിയേഴ്സൺ, ട്രിനിറ്റി കോളേജ് ലണ്ടൻ, IELTS SCLT കൺസോർട്ടം, ലാംഗ്വേജ് സെർട്ട്, ഈ 4 പ്രൊവൈഡേഴ്സിൻ്റെ ടെസ്റ്റ് മാത്രമേ അപ്രൂവ് ചെയ്യുള്ളൂ. ഔട്ട്സൈഡ് UK ആണെങ്കിൽ പിയേഴ്സൺ, PSI സർവീസ്, IELTS SCLT കൺസോർട്ടം ആൻഡ് ലാംഗ്വേജ് സെർട്ട്, ഈ 4 ടെസ്റ്റ് പ്രൊവൈഡേഴ്സിനെ മാത്രമേ UK ഹോം ഓഫീസ് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഈ ടെസ്റ്റ് പ്രൊവൈഡേഴ്സിൻ്റെ എല്ലാ ടെസ്റ്റും അപ്രൂവ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ എടുക്കുകയാണെങ്കിൽ സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഫോർ UKVI, ഇൻറ്റിഗ്രേറ്റഡ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ഓർ ഗ്രേഡഡ് എക്സാംസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഈ ടെസ്റ്റുകൾ മാത്രമേ അപ്രൂവ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ ലിസ്റ്റ് നിങ്ങൾ UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പിയേഴ്സിന് എടുക്കുകയാണെങ്കിൽ PTE അക്കാഡമിക്, UKV ഓർ PTE ഹോം മാത്രമേ അപ്രൂവ്ഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും അത് UK വിസ ഇൻ ഇമിഗ്രേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എഴുതുക എന്നത് നിർബന്ധമാണ്. അത് സെലക്ട് ചെയ്തു എന്ന് നിർബന്ധമായി നിങ്ങൾ നോക്കിയിരിക്കണം. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ചില ക്വാളിഫിക്കേഷൻസ് ടെസ്റ്റുകൾ 2 വർഷത്തിനുള്ളിൽ എക്സ്പയർ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വാലിഡ് ആവണമെന്നുണ്ട്. ആ പറഞ്ഞതുപോലെ തന്നെ B1, B2, C1, C2 ലെവൽ ക്വാളിഫിക്കേഷൻ യു മേ ഏബിൾ ടു യൂസ് ഇറ്റ് ആഫ്റ്റർ ഇറ്റ്സ് റൺ ഔട്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ചില ക്വാളിഫിക്കേഷൻസ് 2 വർഷം കഴിഞ്ഞ് എക്സ്പയർ ആകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ മൂന്നാമത്തെ വേയിലാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊവിഷ്യൻസി പ്രൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷിലാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടി വരും. നിങ്ങൾ UK-യിൽ നിന്നാണ് ഡിഗ്രി എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം മതി. എന്നാൽ നിങ്ങളുടെ വേറൊരു രാജ്യത്തു നിന്നാണ് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ ചെയ്തിരുന്നത് നേരത്തെ UK NARIC ആണ്. എന്നാൽ അത് എക്വിറ്റിസ് ആണ് ഇപ്പോൾ നമ്മൾ
സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കമ്പാരിഷന് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ UK വിസ ആൻഡ് ഇമിഗ്രേഷന് വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്യുന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടിയാണ് നിങ്ങൾ അത് കമ്പയർ ചെയ്യാൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ILRൻ്റെ ടൈമിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ കമ്പാരിഷൻ റിജക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിസ ആൻഡ് ഇമിഗ്രേഷന് വേണ്ടിയാണ് നിങ്ങൾ കമ്പാരിഷൻ ഓപ്റ്റ് ചെയ്യുന്ന എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് UKയിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർ ILR അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you.